ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മൾ ക്രിയേറ്റേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ, നമ്മൾ ഇടുന്ന കണ്ടന്റിന് വ്യൂസ് വരുന്നില്ല, ചാനൽ ഗ്രോ ആകുന്നില്ല എന്നുള്ളത്. ഇതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ വ്യൂസ് വരാത്തതിനുള്ളൊരു കാരണം നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് മനസ്സിലാകാത്തതാണ്. മിക്ക ക്രിയേറ്റേഴ്സിന്റെയും പരാജയം എന്താണ്? നമ്മുടെ ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഓഡിയൻസ് ഏത് ടൈപ്പ് ഓഡിയൻസ് ആണെന്ന് മനസ്സിലാക്കാതെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അത് പരിഹരിക്കാൻ നല്ലൊരു അപ്ഡേറ്റ് യൂട്യൂബിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, യൂട്യൂബ് അനലിറ്റിക്സിൽ. അപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലുള്ള ഓഡിയൻസിന് ഏത് ടൈപ്പിലുള്ള ഓഡിയൻസ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ വ്യൂസ് വരും. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ ചാനലിൽ ഏത് ടൈപ്പിലുള്ള ഓഡിയൻസ് ആണ് എന്ന് നമ്മൾ അറിയാത്തതാണ്. അപ്പൊ യൂട്യൂബിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. യൂട്യൂബിൽ നമുക്കൊരു വ്യൂസ് വന്നു കഴിഞ്ഞാൽ 3 ടൈപ്പിൽ അവർ കാണിക്കുകയാണ്. അതായത് ആദ്യത്തെ ടൈപ്പ് എന്നുള്ളത് ന്യൂ വ്യൂവർ, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ, അവരാണോ നമ്മുടെ വീഡിയോക്ക് കൂടുതൽ വ്യൂസ് വരുന്നത് എന്ന് അവർ പറഞ്ഞു തരും, എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ കാഷ്വൽ വ്യൂവർ, കാഷ്വൽ ആയിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ. അതല്ലെങ്കിൽ റെഗുലർ വ്യൂവർ, മൂന്നാമത്തെ റെഗുലർ ആയിട്ട് നമ്മളെ വീഡിയോ കാണുന്നത്. അപ്പൊ ഈ 3 ടൈപ്പിൽ അവർ തരം തിരിച്ചിട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോക്ക് ഇതിലേത് ടൈപ്പാണോ, ഇപ്പൊ ന്യൂ വ്യൂവർ ആണ് കൂടുതൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആണ്, നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ഇനി മുതൽ നമുക്ക് വരുന്നത് ന്യൂ വ്യൂവർ ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടന്റ് പ്ലാൻ ചെയ്യാൻ കഴിയും. അതുപോലെ കാഷ്വൽ വ്യൂവർ ആണ്, അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ടൈം വെച്ചിട്ടുണ്ട്. കാഷ്വൽ വ്യൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇത്ര മാസത്തിനുള്ളിൽ എത്ര തവണ കണ്ടവരാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ റെഗുലർ വ്യൂവർ ആണെങ്കിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ വീഡിയോ കാണുന്നത് റെഗുലർ വ്യൂവേഴ്സ് ആണ്. സോ അതിനനുസരിച്ചിട്ട് നമ്മൾ കണ്ടന്റ് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് യൂട്യൂബ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നത്. നമ്മുടെ ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യൂസ് വരികയുള്ളൂ, നമുക്ക് ബാക്കി യൂട്യൂബിന്റെ അൽഗോരിതം വർക്ക് ആവുകയുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട്. അത് മാറാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ യൂട്യൂബിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ യൂട്യൂബ് അനലിറ്റിക്സിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ന്യൂ കാഷ്വൽ ആൻഡ് റെഗുലർ വ്യൂവേഴ്സ്. അതായത് നമ്മുടെ വ്യൂവേഴ്സ് ന്യൂ വ്യൂവർ ആണോ, കാഷ്വൽ വ്യൂവർ ആണോ, റെഗുലർ വ്യൂവർ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന പുതിയൊരു അനലിറ്റിക്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇവർ പറയുന്നത് യു ക്യാൻ യൂസ് ന്യൂ കാഷ്വൽ ആൻഡ് റെഗുലർ വ്യൂവേഴ്സ് മെട്രിക്സ് ടു പ്ലാൻ കണ്ടന്റ് സ്ട്രാറ്റജി ഫോർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളോട് കണ്ടന്റ് സ്ട്രാറ്റജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെട്രിക്സ് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കണ്ടന്റ് സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കണം, പ്ലാൻ ചെയ്യണം, സ്ക്രിപ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് എന്ത് ചെയ്താലാണ് വ്യൂസ് വരിക, എന്ത് ചെയ്തില്ലെങ്കിലാണ് വ്യൂസ് വരാത്തത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, യു ക്യാൻ ബിൽഡ് ലോയൽറ്റി ബൈ ക്രിയേറ്റിംഗ് കൺസിസ്റ്റന്റ് കണ്ടന്റ് ഓർ യു ക്യാൻ എക്സ്പെരിമെന്റ് വിത്ത് ന്യൂ ടോപ്പിക് ടു അട്രാക്ട് ന്യൂ വ്യൂവേഴ്സ്. അതായത് നമുക്ക് നമ്മുടെ കണ്ടന്റിൽ മാറ്റങ്ങൾ വരുത്താൻ, ന്യൂ വ്യൂവേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടന്റുകളിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകാം. ഇവിടെ ആദ്യം പറയുന്ന സെഗ്മെന്റ് ന്യൂ വ്യൂവർ, അതൊന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീഡിയോ ന്യൂ വ്യൂവർ ആണോ കൂടുതൽ കാണുന്നത്, എത്ര കാണുന്നത് എന്നുള്ളത്. രണ്ടാമത് കാഷ്വൽ വ്യൂവർ, മൂന്നാമത് റെഗുലർ വ്യൂവർ. അപ്പൊ അതിനവര് ഓരോ കണക്ക് വെച്ചിട്ടുണ്ട്. കാഷ്വൽ വ്യൂവർ എന്ന് പറയുമ്പോൾ യുവർ ചാനൽ ഒക്കേഷണലി ഫോർ എ വൈൽ ദേ ഹാവ് വാച്ച്ഡ് യുവർ ചാനൽ അറ്റ്ലീസ്റ്റ് വൺസ് പെർ മന്ത് ഫോർ 1 to 5 months. 5 മുതൽ 6 മാസം, ഒരു മാസം മുതൽ 5 മാസം വരെ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീഡിയോ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ കാഷ്വൽ വ്യൂവർ ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. റെഗുലർ വ്യൂവേഴ്സ് നമുക്കറിയാലോ, റെഗുലർ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവര്, അതിലും അവരൊരു കണക്ക് വെച്ചിട്ടുണ്ട്. റെഗുലർ വ്യൂവേഴ്സ് ഹാവ് ബീൻ വാച്ചിങ് യുവർ ചാനൽ കൺസിസ്റ്റന്റ്ലി ഫോർ ലോങ് ടൈം. അതായത് മറ്റേ കാഷ്വൽ വ്യൂവർ പോലെയല്ല, നമ്മുടെ വീഡിയോ കൺസിസ്റ്റന്റ് ആയിട്ട് കാണുന്നവരാണ്. ദേ ഹാവ് വാച്ച്ഡ് എ വീഡിയോ ഓൺ യുവർ ചാനൽ അറ്റ്ലീസ്റ്റ് വൺസ് പെർ മന്ത് മോർ ദാൻ 6 months ഇൻ ദി പാസ്റ്റ് ഇയർ. നമ്മൾ നേരത്തെ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ
ഒരു മാസം മുതൽ 5 മാസം വരെ നമ്മളൊരു വീഡിയോ ഒരാൾ ഒരു തവണ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാഷ്വൽ വ്യൂവറാണ്. പക്ഷെ 6 മാസം മുതൽ, അതായത് 6 മാസത്തിൽ കൂടുതൽ തവണ അവര് ഒരു മാസത്തിൽ ഒരു തവണ കണ്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തിൽ 6 മാസത്തിൽ കൂടുതൽ തവണ അവര് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവര് റെഗുലർ വ്യൂവർ ആയിട്ടാണ് യൂട്യൂബ് പരിഗണിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് നമ്മളോട് കൂടുതൽ നല്ല കണ്ടന്റ് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു അനലിറ്റിക്സ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം, നമുക്ക് അനലിറ്റിക്സിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളത്, ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഞാൻ അനലിറ്റിക്സ് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ അനലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഓഡിയൻസ് എന്നുള്ളത് മന്ത്ലി ഓഡിയൻസ് ലാസ്റ്റ് 28 ഡേയ്സിലെയാണ്. ഇവിടെ നിന്ന് കാണാം ഓഡിയൻസ് ബൈ വാച്ച് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് ന്യൂ വ്യൂവർ ഏകദേശം 58.2% എൻ്റെ ചാനലിൽ പകുതിയിലധികം 60% അടുത്ത് ന്യൂ വ്യൂവർ ആണ് ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാഷ്വൽ വ്യൂവർ എന്ന് പറയുന്നത്, അതായത് 5 മാസത്തിൽ താഴെ ഓരോ മാസം ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളത് 34%. റെഗുലർ വ്യൂവേഴ്സ് പതിവായിട്ട് 6 മാസത്തിൽ കൂടുതൽ എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടുവരുന്നവർ 7.6%. അപ്പൊ എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് എൻ്റെ ചാനൽ ന്യൂ വ്യൂവറെയാണ് കൂടുതൽ ഇപ്പോൾ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ കണ്ടന്റ് പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഒരു മെട്രിക്സ് കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ചാനൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വ്യൂവേഴ്സ് ഏത് തരത്തിലുള്ളതാണ്, അവരുടെ ബിഹേവിയർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കണ്ടന്റ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ സ്ട്രാറ്റജി തയ്യാറാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. യൂട്യൂബും അത് തന്നെയാണ് പറയുന്നത്. അതല്ലാതെ നമ്മൾ ചുമ്മാ കാടടക്കി വെടിവെച്ചിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഓഡിയൻസിന്റെ പൾസൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നവരോടൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ വിജയിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.